ഉക്രൈനിലെ ഡാന്യൂബ് നദീതീര തുറമുഖങ്ങളായ റെനിക്കും ഇസ്മയിലിനും നേരെ റഷ്യ തങ്ങളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ അതീവ നിർണായകമായ ഒരു ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. നാറ്റോ അംഗരാജ്യമായ റൊമാനിയയുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിലെ ആക്രമണങ്ങൾ കേവലം രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറം ആഗോള ഭൗമരാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉക്രൈനിന്റെ ഗതാഗത ശൃംഖലയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ ഒന്നാണ് ഡാന്യൂബ് നദി. കരിങ്കടലിലൂടെയുള്ള പരമ്പരാഗത കയറ്റുമതി പാതകൾ റഷ്യൻ നാവികസേന ഉപരോധിച്ചതോടെ ഉക്രൈൻ തങ്ങളുടെ ധാന്യങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും പുറം ലോകത്തേക്ക് എത്തിക്കാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ നദീതീര തുറമുഖങ്ങളെയായിരുന്നു. ഈ സൈനിക നടപടികൾക്ക് പിന്നിൽ വ്യക്തമായ തന്ത്രപരമായ കാരണങ്ങളാണ് റഷ്യ ഉന്നയിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിലേക്ക് അയക്കുന്ന ആയുധങ്ങളും മറ്റ് അത്യാധുനിക സൈനിക സാമഗ്രികളും ഈ തുറമുഖങ്ങൾ വഴിയാണ് രാജ്യത്തിനുള്ളിലേക്ക് എത്തുന്നതെന്നാണ് മോസ്കോയുടെ പ്രധാന ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ പ്രധാനമായും തള്ളിക്കളയുന്ന സമീപനമാണ് ഉക്രൈൻ സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യ ആക്രമിക്കുന്നത് യാതൊരുവിധ സൈനിക പ്രാധാന്യവുമില്ലാത്ത സാധാരണക്കാരുടെ നിലനിൽപ്പിന് ആവശ്യമായ അവശ്യ വാണിജ്യ അടിസ്ഥാന സൗകര്യങ്ങളെയാണെന്ന് കീവ് കുറ്റപ്പെടുത്തുന്നുണ്ട്. തുറമുഖങ്ങൾക്ക് വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉക്രൈൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ധാന്യ സംഭരണശാലകൾ, ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന അത്യാധുനിക ക്രെയിനുകൾ, കപ്പലുകൾ അടുപ്പിക്കുന്ന ജെട്ടികൾ, മറ്റ് ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ എന്നിവ ആക്രമണങ്ങളിൽ തകർന്നിട്ടുണ്ട്. അതേസമയം ഉക്രൈനിന്റെ നാവിക കേന്ദ്രങ്ങളും പ്രമുഖ ലോജിസ്റ്റിക്സ് സൈറ്റുകളും വിജയകരമായി തകർത്തുവെന്ന റഷ്യയുടെ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. യുദ്ധരംഗത്ത് നിന്നുള്ള വിവരങ്ങളുടെ കൃത്യത പരിശോധിക്കുന്നത് സങ്കീർണമായതിനാൽ ഇരുപക്ഷവും പുറത്തുവിടുന്ന വിവരങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഡാന്യൂബ് മേഖലയിലെ ആക്രമണങ്ങൾ നാറ്റോ സഖ്യത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. റൊമാനിയൻ അതിർത്തിയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഈ ഭയം വെറുതെയല്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ആക്രമണങ്ങൾക്കിടയിൽ തകർന്ന ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ റൊമാനിയൻ അതിർത്തിക്കുള്ളിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് നാറ്റോയുടെ ആർട്ടിക്കിൾ 5 കൂട്ടായ പ്രതിരോധ കരാറിനെ ചൊല്ലിയുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചു. ആഗോള ഭക്ഷ്യസുരക്ഷയെ ഈ ആക്രമണങ്ങൾ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് ഉക്രൈൻ. ഡാന്യൂബ് തുറമുഖങ്ങൾ അടയുകയോ അവരുടെ ശേഷി കുറയുകയോ ചെയ്യുന്നത് ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഗോതമ്പ്, സൂര്യകാന്തി, എണ്ണ തുടങ്ങിയ ആവശ്യ വസ്തുക്കളുടെ ലഭ്യതയെ സാരമായി ബാധിക്കും. കരിങ്കടൽ ധാന്യ കരാറിൽ നിന്ന് റഷ്യ പിന്മാറിയതിനു ശേഷമാണ് ഡാന്യൂബ് തുറമുഖങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചതും അതോടൊപ്പം തന്നെ അവരുടെ ആക്രമണം ശക്തമായതും. സമാധാനപരമായ അന്താരാഷ്ട്ര പാതകളിലൂടെയുള്ള ചരക്കു നീക്കം തടസ്സപ്പെടുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായി സമ്മർദ്ദം ചെലുത്താമെന്ന് മോസ്കോ കണക്ക് കൂട്ടുന്നുണ്ട്. ആക്രമണങ്ങളെ ചെറുക്കാൻ ഉക്രൈൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മേഖലയിൽ ശക്തമാക്കി. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആധുനിക വ്യോമ പ്രതിരോധ ആയുധങ്ങൾ ഉപയോഗിച്ച് നിരവധി റഷ്യൻ ഡ്രോണുകൾ അവർ വെടിവെച്ചിടുന്നുണ്ട്. സാധാരണക്കാരായ തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ജീവിതം ഈ ആക്രമണങ്ങൾ കാരണം കടുത്ത ഭീതിയിലാണ്. രാത്രികാലങ്ങളിൽ എത്തുന്ന കാമികാസെ ഡ്രോണുകൾ സൃഷ്ടിക്കുന്ന ഭീതി കാരണം പലരും പ്രദേശം വിട്ടുപോകാൻ നിർബന്ധിതരാക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും സമുദ്ര വ്യാപാര കരാറുകളുടെയും ലംഘനമാണെന്ന് യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതര ഗതാഗത മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉക്രൈൻ ഇപ്പോൾ. റെയിൽ, റോഡ് മാർഗങ്ങളിലൂടെ അയൽ രാജ്യങ്ങളിലേക്ക് ധാന്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിലെ തിരക്കും സാങ്കേതിക തടസ്സങ്ങളും കാരണം തുറമുഖങ്ങൾക്ക് പകരമാവാൻ ഇവയ്ക്ക് കഴിയുന്നില്ല. റെനി, ഇസ്മയിൽ തുറമുഖങ്ങൾക്ക് നേരെയുള്ള റഷ്യൻ ആക്രമണം ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ പരിധികൾ ലംഘിച്ച് വളരുകയാണ്. സൈനിക ലക്ഷ്യങ്ങളാണെന്ന റഷ്യൻ അവകാശവാദവും സിവിലിയൻ നഷ്ടങ്ങളാണെന്ന ഉക്രൈൻ നിലപാടും നിലനിൽക്കുമ്പോൾ തന്നെ ഈ സംഘർഷം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും നാറ്റോ റഷ്യ ബന്ധത്തെയും കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് തള്ളിയിടുന്നുണ്ട്.